ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല ഹെൽത്തിയും അതുപോലെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഈ എണ്ണ ഇനി നല്ലതായിട്ടൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം. ഇപ്പോൾ കടുകെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ഉഴുന്നുപരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയൊക്കെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പച്ചമുളകും വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ. 2 പച്ചമുളകും പിന്നെ 2 വറ്റൽമുളകും അതൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 തണ്ട് കറിവേപ്പില അതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഈ സവാളയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തു. ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ ഈ ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്തരിപ്പൊടി, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ 1/2 ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എപ്പോഴും ഒരേ രീതിയിലുള്ള പലഹാരം ഉണ്ടാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ടൊന്ന് ഞെരടി ഇളക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ചേർത്ത് കൊടുത്ത സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ അരിപ്പൊടിയിലോട്ട് നല്ലതായിട്ടൊന്ന് പിടിക്കും. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം കൊണ്ട് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ തിളപ്പിച്ച് വേണം ഇതിലോട്ട് ഒഴിക്കാനേ. ഇനി നമുക്ക് കുറേശ്ശെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴയ്ക്കുമല്ലോ, അതേ രീതിയിൽ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. വെള്ളം തണുത്തു പോയാലുണ്ടല്ലോ നമ്മുടെ ഈ പലഹാരം അങ്ങ് കട്ടിയായിട്ടിരിക്കും. നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം എല്ലാം ഇതിലോട്ട് ചേർത്തില്ല കേട്ടോ. 1.25 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 കപ്പോളം വെള്ളം അധികം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം. ഇപ്പോൾ ആ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മളിത് ശരിക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറേശ്ശെ മാവ് എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ ഞാനിന്ന് ഉരുട്ടിയെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവും ഇതേ രീതിയിൽ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ചു. ഇതുപോലെ ഒരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് വെച്ച് കൊടുക്കാം.
ഇനി ഇതൊന്ന് അടച്ച് വെച്ച് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അരിപ്പൊടി കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.